ചേന്നമംഗലം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചേന്നമംഗലം LP സ്കൂൾ ഹാളിൽ കുടുംബ സദസ്സ് സംഘടിപ്പിച്ചു. പരിപാടി ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജി പ്രമോദ് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്, കരിയർ ഗൈഡൻസ് ക്ലാസ്, അനുമോദന സദസ്സ് തുടങ്ങി വിവിധ പരിപാടികൾ ചടങ്ങിന്റെ ഭാഗമായി നടന്നു. പരിപാടി ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജി പ്രമോദ് ഉദ്ഘാടനം നിർവഹിച്ചു. അത്രയും കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടുന്നതാ. പക്ഷെ ചെറിയ എന്തെങ്കിലും വിഷയം കൊണ്ട് A+ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും, വല്ലാത്ത ബുദ്ധിമുട്ടും ഉണ്ടാവും. അവർക്ക് A+ കിട്ടിയില്ല. ഈ അനുമോദന പരിപാടികൾ ഇപ്പം ബാങ്കിന്റെ താഴ്ന്ന സമയത്ത് ഫുൾ A+ കിട്ടിയ ആൾക്കാരെ അനുമോദിക്കുന്നത്. ആ സമയത്ത് ഒരു ചെറിയ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ അതല്ല, ഈ 2 മണിക്കൂർ നമുക്ക് നേരത്തെ പറഞ്ഞിട്ട് ഒരു വർഷം പഠിച്ച സാധനം ഒരു 2 മണിക്കൂർ കൊണ്ടാണ് എഴുതുന്നത് അല്ലെ. ആ 2 മണിക്കൂറിന്റെ ഇടയ്ക്ക് ഒരു പനിയോ അല്ലെ തലവേദനയോ അല്ലെ തലേന്നാരും മരിച്ചിട്ടോ അല്ലെ പല പ്രയാസത്തിന്റെ ഇടയിൽ ആ 2 മണിക്കൂറിൽ എഴുതി ഫുൾ A+ കിട്ടാൻ പറ്റാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അത് ഒരു A+ കൊണ്ട് നമ്മുടെ പൂർണ്ണമാകുന്നില്ല. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു A+ലോ ഒന്നുമല്ല. നമ്മൾ ആത്മവിശ്വാസമാണ്. നമ്മളെ മൈൻഡിന്റെ ഉള്ളിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും തരണം ചെയ്യും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് വേണ്ടത്. പിന്നെ അതുമാത്രമല്ല, ഒരു ലക്ഷ്യബോധം. വൈസ് പ്രസിഡന്റ് അജിത വിനോദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത കുമാരി എന്നിവർ സംസാരിച്ചു. ചോറോട് പൊതുജനാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽ MP മഴക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ സംസാരിച്ചു. ശുചിത്വം നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ശീലിക്കേണ്ട ഒരു കാര്യമാണ്. വ്യക്തി ശുചിത്വമായാലും പരിസര ശുചിത്വമായാലും നമ്മൾ വളരെ കൃത്യമായി ഈ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ പകർച്ചവ്യാധികൾ ഇല്ലാത്തൊരു സമൂഹം നമുക്ക് സ്വപ്നം കാണേണ്ടി വരും. നമ്മൾക്കറിയാം, 2003 മുതൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതാണ് നമ്മുടെ സംസ്ഥാനത്ത്. പക്ഷേ ഇന്നും നമ്മൾ കൺട്രോളാക്കി നിർത്താൻ കഴിഞ്ഞിട്ടില്ല. തുടർ പഠനത്തിന്റെയും തൊഴിൽ സാധ്യതകളെയും പറ്റി പ്രശസ്ത കരിയർ മെന്റലിസ്റ്റ് KP രാജീവൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. അതായത് ചോറോട് പഞ്ചായത്തിലെ കുട്ടിക്ക് ചോറോട് ഹൈസ്കൂളിൽ എന്തുണ്ട്, മുൻഗണനയുണ്ട്, അപേക്ഷയിൽ മുൻഗണനയുണ്ട് അഡ്മിഷനിൽ. പക്ഷെ അവന്റെ അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എവിടെയാണ്? വടകര മുനിസിപ്പാലിറ്റിയാണ്. അത് അഡ്മിഷനായിട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവന് മുൻഗണന കിട്ടില്ല എന്നുള്ള, ബോണസ് മാർക്ക് കിട്ടില്ല എന്നുള്ള തീർച്ചയായ കാര്യം. ഇനി അപേക്ഷയായിട്ട് ഒരു അലോട്ട്മെന്റ് കിട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അവർ നോക്കുന്നത് നിങ്ങളെന്തിനാ ഈ തെറ്റായി രേഖപ്പെടുത്തിയത്, അത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ മുന്നൊരുക്കങ്ങൾ വളരെ ആവശ്യമാണ്. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഏത് കോഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു രൂപരേഖ നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചേന്ദമംഗലത്തെ ജീവൻ രക്ഷാ പ്രവർത്തകൻ വിജേഷ് ചേന്ദമംഗലത്തെ ആദരിച്ചു. അസോസിയേഷൻ സെക്രട്ടറി NP അനിൽകുമാർ സ്വാഗതവും പ്രസിഡന്റ് OTK രാജൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ രാജീവ് മഠത്തിൽ നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. K സുരേഷ് ബാബു, മഠത്തിൽ ഗോപാലകൃഷ്ണൻ, പ്രമീള, അനിൽകുമാർ, CV മോഹനൻ, OK ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി.